വനമന്ത്രിയെ കൂട്ടിലടച്ച് മുസ്ലിം ലീഗ് സിന്ദാബാദ്, സിന്ദാബാദ്. ആളുകൾ അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് ആവശ്യമായ തീറ്റ മുസ്ലിം ലീഗിന്റെ ഉറച്ച ശബ്ദം, മുസ്ലിം ലീഗിന്റെ ഉറച്ച ശബ്ദം, മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്. വന്യമൃഗങ്ങളെ കൂട്ടിലടക്കാൻ, വന്യമൃഗങ്ങളെ കൂട്ടിലടക്കാൻ, വന്യമൃഗങ്ങളെ കൂട്ടിലടക്കാൻ ഭരണക്കാർക്കാവില്ലെങ്കിൽ, 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 ഭരണക്കാർക്കാവില്ലെങ്കിൽ വനം മന്ത്രിയെ കൂട്ടിലടച്ച്, വനം മന്ത്രിയെ കൂട്ടിലടച്ച്, വനം മന്ത്രിയെ കൂട്ടിലടച്ച്, വനം മന്ത്രിയെ കൂട്ടിലടച്ച് കാട്ടിലേക്കും മുസ്ലിം ലീഗ്, കാട്ടിലേക്കും മുസ്ലിം ലീഗ് കൊല്ലുമ്പോൾ, മനുഷ്യമക്കളെ കൊല്ലുമ്പോൾ, മനുഷ്യമക്കളെ കൊല്ലുമ്പോൾ ഇന്ന് വനംവകുപ്പിന്റെ കയ്യിൽ കൂട് മാത്രമാണ് ഉള്ളത്. നമ്മുടെ മേഖലയിലൊക്കെ തന്നെ വലിയ സാധിക്കില്ല. കേരള നാടിന് അന്നം മൂട്ടും. ഓരോ ദിവസവും നമ്മുടെ ടൗൺ മേഖലയിൽ പോലും നഗരപ്രദേശങ്ങളിൽ പോലും ഇന്ന് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ ആരും പന്നിയെ കുറിച്ച് കുറ്റം പറയുന്നില്ല. ഒരു കാലത്ത് പന്നിയായിരുന്നു കർഷകരുടെ വലിയ ശത്രുവെങ്കിൽ ഇന്ന് പന്നിയെ ആർക്കും പ്രശ്നമില്ല. കാരണം പന്നി വന്നാൽ ജീവൻ കൊണ്ടുപോകില്ലല്ലോ എന്നാണ് പറയുന്നത്. എന്നാൽ എന്താ സംഭവം? ഇന്ന് ആന വന്ന് തിമിർത്താടുകയാണ്, ആന വന്ന് നശിപ്പിച്ചു പോവുകയാണ്, ആന ഇവിടെ താവളമടിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കടുവയും പുലിയും അതുപോലെയുള്ള വന്യമൃഗങ്ങൾ ഇന്ന് പൂർണ്ണമായും മുക്കം മുനിസിപ്പാലിറ്റിയുടെ ചില മേഖല വരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരശ്ശേരി പഞ്ചായത്തിൽ നിരന്തരം കാണുന്നു. കോടതി പഞ്ചായത്തിലെ പെരുമ്പൂളയിൽ നിന്ന് കൂലി കൊടുക്കുന്നത് വനംവകുപ്പ് മന്ത്രി, വനംവകുപ്പ് കൂട്ടിയെടുത്ത് പിടിച്ചു. അതുപോലെ തന്നെ കോടഞ്ചേരി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ പുതുപ്പാടി പഞ്ചായത്തിൽ, എല്ലാ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഇന്ന് പുലി സാന്നിധ്യം, കടുവ സാന്നിധ്യം നിത്യസംഭവമാണ്. ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ എന്താ സംഭവം? ഇതുപോലൊരു കൂടുമായിട്ട് അവർ കടന്നു വരും. ഇവർ വന്നിട്ട് പറയും ഞങ്ങൾ ഇര വെച്ച് കാത്തിരിക്കുകയാണ്. പലപ്പോഴും കൂട് തുറന്നു നോക്കുമ്പോൾ ഇരയുണ്ടാവില്ല. ഇരയില്ലാതെ പുലി കയറിക്കോട്ടെ, കടുവ കയറിക്കോട്ടെ എന്നാ പറയുന്നത്. ഇര പോലും വെക്കാതെ കൂടുമായി നടന്നുകൊണ്ട് സാധാരണ ജനത്തിന്റെ ജീവനും സ്വത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത വനം വകുപ്പ് മന്ത്രിയെ പ്രതീകാത്മകമായി കൂട്ടിലടക്കാനാണ് നിയോജകമണ്ഡലം തീരുമാനിച്ചത്. രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന ആളുകൾ സാഹചര്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി കേവലം ജനങ്ങൾ പഞ്ചാബിലൊക്കെ കർഷക സമരം പോലെ ഏറ്റവും വലിയ ജീവൻ പ്രശ്നമായി പ്രശ്നത്തെ എടുത്തുകൊണ്ട് അതിശക്തമായ ബഹുജന സമരം അനിവാര്യമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.